മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അദ്ദേഹം മുഖേനയാണ് ആപത്തുകളുടെ കെട്ടുകൾ അഴിക്കപ്പെടുന്നത്. വതൻഫരിജു ബിഹിൽ ഖുറബ്, അദ്ദേഹം മുഖേനയാണ് പ്രയാസങ്ങൾ ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത്. തുഖ്ലാ ബിഹിൽ ഹവായിജ്, അദ്ദേഹം മുഖേനയാണ് ഹാജത്ത് ഹവായിജ് എന്നൊക്കെ അർത്ഥം, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത്. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പൊ റസൂലിന്റെ പേരിൽ ഓരോരുത്തർ എഴുതി ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുക. ഇതിന് എന്നിട്ട് ഇത്ര ചെല്ലിയാൽ ഇത്ര പ്രതിഫലം ഉണ്ടാവും. പാവങ്ങളായ ആളുകൾ അത് വിശ്വസിച്ച് നടക്കുക. ഹദീസുകൾ വരാത്തതാണ്. പിന്നെ തഫ്സീറിലുണ്ട്. ഓക്കെ, തഫ്സീറുണ്ടെങ്കിൽ എന്താ? തഫ്സീറിൽ വന്നാലും ഇത് റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് റസൂലിന് കേട്ട സഹാബി? ഏത് സഹാബിയാണ് റിപ്പോർട്ട് ചെയ്ത്? അതൊക്കെ വ്യക്താക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, അഭിപ്രായ വ്യത്യാസമില്ലാത്തത് എത്രയോ നമുക്ക് ചെല്ലാൻ സ്വലാത്തുകളും പ്രാർത്ഥനകളും തസ്ബീഹുകളും ഇഷ്ടംപോലെ. ഇമാം നവവിയുടെ കിതാബുൽ അദ്കാർ എന്ന് പറഞ്ഞൊരു കിതാബുൽ അദ്കാർ, ഇമാം നവവി ശാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്. എൻ്റെ അടുത്തുള്ള കിതാബ് എത്രയോ ദിക്റും പ്രവർത്തനത്തിലുണ്ട്. അപ്പൊ ഈ ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന ആളിൽ അതിന്റെ ദിക്റുകൾ എത്ര സെക്ടറാണ് യാതൊരു അടിസ്ഥാനമില്ലാത്ത ദിക്റുകൾ സ്വലാത്തുകൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബ് സ്വലാത്ത് ചൊല്ലണം, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതിന് കവിയാൻ പാടില്ല. റസൂലിനെ പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി ഇസ്ലാമിയെ ക്രിസ്ത്യാനികൾ പാടി പുകഴ്ത്തി അതിന് കവിഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പാടി പുകഴ്ത്തി പ്രശംസിച്ച് എന്റെ കാര്യത്തിൽ അതിന് കവിയരുത്. ഇന്നമാ അന റസൂലുഹു, ഇന്നമാ അന അബ്ദുല്ലാഹി റസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അതിന്റെ ദൂതനാണ്. അപ്പൊ അല്ലാഹുവിന്റെ ദാസൻ, അല്ലാഹുവിന്റെ ദൂതൻ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനാണ്. ആ റസൂല് എന്നുള്ള സ്ഥാനത്ത് അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങൾ നബിയിലേക്ക് വെച്ചുകൊണ്ട് നബിയെ ഉയർത്താൻ പാടില്ല. റസൂലിന്റെ സ്ഥാനത്ത് താഴ്ത്താനും പാടില്ല. നമ്മൾ ഇന്ന് നടക്കുന്നത് എന്താണ്? നബിയുള്ള ഹുബ്ബിന്റെ പേരിൽ അതിര് കവിഞ്ഞിട്ടുള്ള സംസാരങ്ങൾ, എഴുത്തുകൾ, പാട്ടുകൾ, ബെയ്ത്തുകൾ സഹാബികൾ പാടിയിരുന്നു, പാട്ട് പാടിയിരുന്നു, നബിയെ പ്രശംസിച്ച് പാടിയിരുന്നു സഹാബികൾ, സാബിത്ത് പോലെയുള്ള ആളുകൾ. പക്ഷെ അതിലൊന്നും അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ വെച്ച് കൊടുത്ത് കാണാൻ പറ്റില്ല. وأحسن ما ترى القط عيني وأجمل ما تلد النساء وأحسن ما ترى قط عيني ترى عيني قط, എൻ്റെ കണ്ണ് കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ് റസൂല്. وأجمل ما تلد النساء, സ്ത്രീ പ്രസവിച്ച ആളുകളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് റസൂല്. പാടിയതാണത്. സകല ന്യൂനതകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുകൊണ്ട് താങ്കൾ സൃഷ്ടിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ താങ്കൾ സൃഷ്ടിച്ചതുപോലെയുണ്ട്. ഇവിടെയൊക്കെ നബിയെ പ്രശംസിച്ച് പറയുന്നത്, പക്ഷെ അവിടെ എന്താ ശിർക്ക്, അള്ളാഹുവിനോട് ക്ഷമിച്ചു എന്നൊന്നും കാണാൻ കഴിയില്ല. ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ മറ്റൊരു മുസ്ലിമിനെ പ്രശംസിച്ച് പറയാം, അത് തെറ്റൊന്നുമില്ല, നല്ലതേ പറയാവൂ. നമുക്ക് അവരുടെ കുറ്റം പറയാൻ പറ്റാതെ വൻപാപാണ്. പക്ഷേ എന്താ പാടില്ല, അതിന് കവിയാൻ പാടില്ല. നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അത് പാട്ടാകട്ടെ, ബെയ്ത്താകട്ടെ, ഇബാദത്തുകളാകട്ടെ, റസൂൽ പഠിപ്പിച്ചതിൽ മുറുകെ പിടിച്ച് തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസക്തും ബിഹിമാ. അല്ലാഹു റസൂൽ പറഞ്ഞതാ, രണ്ട് കാര്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവെച്ചു പോവുകയില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലില്ല. എന്താണത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും പ്രവാചകന്റെ ചര്യയും ഇത് മുറുകെ പിടിച്ചു പോകണം. വേറെ ഫഇന്നഹു മയ്യഅശു മിൻകും ഫസയറല്ലാഹു ഇഖ്തിലാഫൻ കസീറ. നിങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസം കാണാനിടയാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാ റാഷിദീൻ മഹ്ദിയീന മിൻ ബഅദി, എനിക്ക് ശേഷം വരുന്ന ഖലീഫമാരെ മുറുകെ പിടിക്കണം. അപ്പൊ നമ്മുടെ നിലപാട് അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും ശുദ്ധ ഖുർആനിലുണ്ടോ ഞാൻ സ്വീകരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, നബിയിൽ നിന്ന് അത് ഖുലഫാ റാഷിദുകൾ ചെയ്തു.
സഹാബികൾ ചെയ്തിരിക്കുന്നു. സഹിയായ റിപ്പോർട്ടാണ്, സ്വീകാര്യമായ റിപ്പോർട്ടാണ്. നമ്മൾ സ്വീകരിക്കുന്നു, നേരിട്ട് സ്വീകരിക്കാം. യാതൊരു തെളിവില്ല, അഡ്രസ് ഇല്ലെങ്കിലോ അത് സർക്കാർ മാറ്റിയിരിക്കാം. കാരണം അത് ബിദ്അത്താണ്, അത് പാഴ്വേലയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ദീനിൽ ഒരാൾ ഒരു പുതുതായ സംഗതി ചെയ്തിട്ട് പറയുന്നത് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് മുഖേന അദ്ദേഹം വാദിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഏതൊരു സന്ദേശം സമൂഹത്തിന് എത്തിക്കാൻ വേണ്ടിയാണ് അയച്ചത്, ആ സന്ദേശം എത്തിക്കുന്നതിൽ റസൂൽ വഞ്ചന കാണിച്ചിരിക്കുന്നു, എത്തിച്ചു കൊടുത്തില്ല എന്ന് അദ്ദേഹം അത് മുഖേന വാദിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഇന്നും ദീനാണ്. നബിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തതായി എന്തൊക്കെയുണ്ടോ അത് ഇന്നും. കാരണം അയ്യോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഈ ദിവസം നിങ്ങൾ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു, നിങ്ങളുടെ പേര് അനുഗ്രഹം പൂർത്തി വന്നിരിക്കുന്നു. അല്ലാഹു തആല ദീൻ പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ ദീനിലേക്ക് ഇന്നൊന്നും ഇങ്ങോട്ട് കയറ്റാനില്ല. അനുഗ്രഹം പൂർത്തിയാക്കി. ഇസ്ലാമിന്റെ ദീനായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ റസൂൽ ദീൻ പൂർത്തിയാക്കി തന്നുകൊണ്ട് വിടവാങ്ങിയത് എല്ലാ അള്ളാഹു ഏൽപ്പിച്ച എല്ലാ സന്ദേശവും എത്തിച്ചു വന്നു. അത് മുറുകെ പിടിക്കുക എന്നതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ആ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട്, റസൂലിനെ സ്നേഹിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ.